സ്വയമായി വിധിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. എനിക്ക് കഴിവില്ലാത്തവനാണ്. സമൂഹം എന്നെ ചൊല്ലി പറയുന്നത് ഞാൻ കഴിവില്ലാത്തവൻ. കുടുംബവും മാതാപിതാക്കളും എന്നെ ചൊല്ലി പറയുന്നത് ഞാൻ കഴിവില്ലാത്തവൻ. ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെ പറഞ്ഞ വ്യക്തികൾ അവരുടെ ജീവിതം വെറുതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു ഒറ്റമൂല്യമായിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. കാരണം ബൈബിളിൽ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, പൗലോസ് എന്ന പേര്. ഇദ്ദേഹം ഇതേപോലെ തന്നെയാണ്. സ്വയം പറയും, ഞാൻ ബലഹീനനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. സ്വയമായി ഇങ്ങനെ പറഞ്ഞ് ഇവൻ്റെതായ വിഷമത്തിൻ്റെ നടുവിൽ ഇവൻ നിലവിളിച്ചപ്പോൾ, ഇവൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ഇവന് ഉത്തരം നൽകുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണ്: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതായത് എൻ്റെ ഇഷ്ടം നിൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ കവിഞ്ഞുവെന്ന് നീ ബലവാനായി തീരുമെന്ന്, നീ കഴിവുള്ളവനായി തീരുമെന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഒരു വിധിയും കൽപ്പിച്ച് ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ പറഞ്ഞത് ഉരുവിട്ടാൽ മതി: എൻ്റെ ശക്തി ബലഹീനതയിൽ കവിഞ്ഞു വരുന്നു. അതായത് ഒരു മനുഷ്യനും ഈ ലോകത്തിൽ കഴിവില്ലാത്തവനായി ദൈവം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അവൻ്റെ മനോദാനമാണ് അങ്ങനെ അവനെ ചിന്തിപ്പിക്കുന്നത്. ആ മനോദാനം മാറ്റുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വാക്കുകൾ ഉരുവിട്ടാൽ മതി. നിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാകും, അത്ഭുതമുണ്ടാകും.